ഹലോ എവരിവൺ, എല്ലാവർക്കും ഒരു DIY വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ഈസി ആയിട്ട് ഒരു 3D സ്റ്റാർ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ആ വീഡിയോ ആണ് നമ്മൾ ഇന്നിവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർ ചെയ്യാനായിട്ട് ഇഷ്ടമുള്ള പേപ്പർ എടുക്കാം. സാധാരണ ചാർട്ട് പേപ്പറോ ഗ്ലിറ്റർ പേപ്പറോ ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ബ്ലൂ കളറിലുള്ള അത്യാവശ്യം കട്ടിയുള്ള ഒരു പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. ആ പേപ്പർ ഞാനിവിടെ 12x12 സൈസിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 പീസാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ 12x12 സൈസ് എന്ന് പറയുമ്പോൾ ഒരു സ്ക്വയർ പീസാണ് ഇത് എടുത്തിട്ടുള്ളത്. അതിൻ്റെ വശങ്ങളുടെ സൈസ് എന്ന് പറയുന്നത് 12 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ 12 സെൻറ്റിമീറ്ററിൻ്റെ 2 പീസ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ എല്ലാ കോണുകളും അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ടൊന്ന് മടക്കി വെച്ചിട്ട് നമുക്കത് കറക്റ്റ് ഫോൾഡ് നല്ലപോലെ തെളിഞ്ഞ് കിട്ടുന്ന രീതിയിൽ തന്നെ നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ വലിയ സ്റ്റാർ ചെയ്യാനാണ് ഉദ്ദേശമെങ്കിൽ നമുക്കിതിൻ്റെ ഈ പറയുന്ന സൈസിൻ്റെ ഡബിൾ എടുത്താൽ മതിയാവും. ഞാനിവിടെ ഒരു സാധാരണ മീഡിയം സൈസ് സ്റ്റാറിനുള്ള അളവാണ് ഈ പറയുന്നത്. അപ്പോൾ 12x12 എന്ന പേപ്പർ ഇതുപോലെ എല്ലാ സൈഡും മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ പേപ്പറും ഇതുപോലെ തന്നെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ 2 പേപ്പറും ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ മിഡിലെ ലൈൻസിൻ്റെ അറ്റത്ത് നിന്ന് ഒരു 2.5 സെൻറ്റിമീറ്റേഴ്സ് മാർക്ക് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ നടുക്കുള്ള ലൈൻസ് മാത്രമാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു പേപ്പറിൽ 4 പോയിൻറ്റ്സാണ് ഉള്ളത്. ആ 4 പോയിന്റ്സും ഇതുപോലെ 2.5 സെൻറ്റിമീറ്റർ വരുന്ന രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. കറക്റ്റ് 4 പോയിന്റ്സ് എല്ലാ 2 പേപ്പറിലും കട്ട് ചെയ്തെടുക്കണം. ഇനി നമ്മൾ എല്ലാ വശങ്ങളും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് നമ്മൾ ആ കട്ട് ചെയ്തെടുത്ത പോർഷനിൽ നിന്നും നല്ല നീറ്റായിട്ട് 2 സൈഡിലേക്ക് നടുക്ക് ആ ലൈൻസിൻ്റെ അതിലേക്ക് 2 വശത്ത് നിന്നും നല്ലപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി അവിടെ നേരത്തെ ഫോൾഡ് ഉണ്ടാക്കിയിട്ടുള്ള ആ ലൈൻ അവിടെ ഉണ്ട്. അതിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ ഒരു ട്രയാങ്കിൾ ഷേപ്പ് ഉണ്ടാകുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് ക്ലീൻ ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. എല്ലാ സൈഡും ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇതുപോലെ ഉണ്ടാവും. ഇനി നമുക്കിത് ഗ്ലൂ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ഈ മടക്കി വെച്ച ആ ട്രയാങ്കിൾ ഷേപ്പിൽ ഒരു പോർഷനിൽ ഗ്ലൂ ചെയ്തതിന് ശേഷം സ്പ്രെഡ് ചെയ്തതിന് ശേഷം മറുവശം വെച്ചിട്ട് ഇതുപോലെ നല്ല ഒരു കോൺ ഷേപ്പ് ആകുന്നത് പോലെ ഒന്ന് നല്ലപോലെ അതൊന്ന് ഗ്ലൂ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിനി എല്ലാ വശങ്ങളും ഇതുപോലെ ഒന്ന് ഗ്ലൂ ചെയ്തെടുക്കാം. അപ്പോൾ അത് എല്ലാ വശവും ഗ്ലൂ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരേ ഒരു സൈഡ് മാത്രമാണ് നമുക്ക് മിച്ചമുള്ളത്. അപ്പോൾ നമ്മൾ ഈ ബാക്കിയുള്ള ഈ ഒരു വശത്ത് ഗ്ലൂ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഒരു പീസ് ഇതുപോലത്തെ ഒരു ത്രെഡ് എന്തെങ്കിലും ഒരു ത്രെഡ് എടുത്താൽ മതിയാകും. അപ്പോൾ ഞാനിവിടെ ഒരു സാധാരണ ഊളിൻ്റെ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ഒരു നോട്ട് കൊടുത്തതിന് ശേഷം ആ നോട്ടിൻ്റെ പോർഷൻ അകത്ത് വെച്ചിട്ട് ഒന്ന് ഗ്ലൂ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ചെയ്യുന്നത് നമുക്ക് സ്റ്റാർ ഹാങ് ചെയ്യാനായിട്ടുള്ള ത്രെഡായിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതായത് എല്ലാ വശങ്ങളും ഇതുപോലെ ഗ്ലൂ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റാറിൻ്റെ 2 സൈഡ് ഇപ്പം ക്ലീൻ ആയിട്ടിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അസംബിൾ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഇതിൻ്റെ ഈ നടുക്കുള്ള പോർഷനിൽ ഗ്ലൂ ചെയ്തതിന് ശേഷം ഇതുപോലെ ഇതൊന്ന് പരസ്പരം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇതാ കണ്ടില്ലേ, ഇതുപോലെ ഗ്ലൂ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മീതെ മറ്റേ പോർഷനും കൂടെ വച്ചതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചു കൊടുക്കുക. ഏകദേശം 1 മിനിറ്റ് ഒന്ന് നല്ലപോലെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ 3D സ്റ്റാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കുട്ടി സ്റ്റാറിൻ്റെ വീഡിയോ ആയിരുന്നു ഇത്. എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരു അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസിൻ്റെ വിഷസ് ഉണ്ട്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതാണ്.